ഇന്നലെ വൈകിട്ട് റേഷൻ കടയിൽ പോയി അരി വാങ്ങിയിട്ടാണ് കേട്ടോ വീട്ടിൽ പോയത്. റേഷൻ കടയിൽ ചെന്നപ്പോൾ അവിടെ ആൾ കൂടുതലാണ്. കൈ വെക്കാൻ തരിതരാ മത്സരമായിരുന്നു. കുടുവിൻ്റെ കൈ വെക്കണം, അമ്മേൻ്റെ കൈ വെക്കണം, അച്ഛൻ്റെ കൈ വെക്കണം, ചേട്ടാൻ്റെ കൈ വെക്കണം. അങ്ങനെ ഒരു വിധത്തിലൊക്കെ കൈ വെച്ച് അരിയൊക്കെ വാങ്ങി. അരി വാങ്ങാൻ ആൾ കൂടുതലായിരുന്നു കേട്ടോ. എന്താണെങ്കിലും ആദ്യക്കൂട്ടനും അരി വാങ്ങാൻ തന്നെ ചാക്കും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോഴല്ലേ തൊട്ടടുത്ത് മിഠായി കട കണ്ടത്. കുടു ഉണ്ടോ വിടുന്നു, മിഠായി വേണമെന്നും പറഞ്ഞ് അവിടെ കമന്ന് കിടന്ന് കരയായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും വേണ്ടില്ല, ഓരോ മിഠായിയൊക്കെ വാങ്ങി നമ്മൾ നേരെ താഴത്തെ വീട്ടിലോട്ട് പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ എല്ലാവരും കൂടെ പോവില്ല, ഒന്നുകിൽ അരി അല്ലെങ്കിൽ മക്കൾ. അപ്പോൾ പിന്നെ മക്കളോട് നേരെ വീട്ടിലോട്ട് വിട്ടോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അരിയും കൊണ്ട് പോയിട്ടോ. ചെന്നപ്പോൾ നമ്മൾ തൊട്ടടുത്ത് നിന്ന് കിച്ചുക്കുട്ടനിതാ ഇറങ്ങി ഓടി വന്നിട്ട് ഞാനെടുക്കാം ചേച്ചി അരിച്ചാക്കെന്നും പറഞ്ഞു. പിന്നെ അവന് മനസ്സിലായത് എന്നെക്കൊണ്ട് പൊന്താത്ത പണിയാന്ന്. പിന്നെ മെല്ലെ കിച്ചു കഴിച്ചില്ലായിട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അരി എടുത്ത് നമ്മളെ വീട്ടിൽ കയറ്റി വെച്ചേ. അങ്ങനെ അരിയൊക്കെ കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഒന്നും ഓർമ്മയില്ല കേട്ടോ. അപ്പം നമ്മൾ നേരെ അവിടെ കയറ്റി വെച്ചിട്ട് അരി അവിടെ വെച്ചിട്ട് വീട്ടിലോട്ട് പോയി. അപ്പോൾ ചേട്ടായി എടുത്തുകൊണ്ട് വന്നോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് അരി അവിടെ വെച്ചു. ഞാനും മക്കളും വീട്ടിലോട്ട് പോയി. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, നല്ല സമാധാനം, സന്തോഷം. ആദ്യമായിട്ട് നമ്മൾ വീട്ടിൽ കയറ്റിയത് അരിയാണല്ലോ. അപ്പോൾ വീട് പ്രതീക്ഷിച്ച് കാണൂല, ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടോ ആദ്യമായിട്ട് അരി കയറ്റുമെന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഈ അരി വെച്ചുള്ള ചോറ് തിന്നാനുള്ള മത്സരമാണ് കേട്ടോ. ചോറ് തിന്നാൻ നോക്കുമ്പോൾ ആദ്യക്കൂട്ടനും കുടുവും മത്സരമായിരുന്നു. എനിക്കിതാന്നും പറഞ്ഞിട്ട്.